ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു അത്ഭുതകരമായ സാക്ഷ്യം നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കവിയൂരുള്ള കണിയാമ്പാറയിലെ പ്രിയ സജി ചെറിയാൻ അച്ഛനെ അനേക സുപരിചിതനാണ്. CSI സമൂഹത്തിലെ ഒരു പുരോഹിതനായിരുന്നു. എന്നാൽ തൻ്റെ വിളി അനുസരിച്ച് തൻ്റെ പൗരോഹിത്യത്തിൽ നിന്നാൻ പുറത്തു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷകനായി അനേക നാടുകളിൽ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നു. തൻ്റെ ജീവിതയാത്രയിൽ തൻ്റെ കാലിനുണ്ടായ ഒരു പ്രയാസത്താൽ തൻ്റെ കാല് മുറിച്ചു കളയേണ്ടി വന്നു. ഒരു വെപ്പുകാല് വെച്ചുകൊണ്ടാണ് താൻ പിന്നീട് ഈ ആത്മീയ സമൂഹത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം 2026 ജൂൺ മാസം 14 കോന്നിക്കടുത്തുള്ള മാങ്കുടം എന്ന സ്ഥലത്ത് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു ചർച്ചിൽ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നുപോയി. അവിടുത്തെ പാസ്റ്റർ സാം അദ്ദേഹത്തോടൊപ്പം ശുശ്രൂഷ ചെയ്യുകയും അതിനുശേഷം അവിടുന്ന് യാത്ര തിരിക്കുകയും ചെയ്തു. കോന്നിയുടെ കിഴക്കൻ മേഖലകളിലൂടെ താൻ യാത്ര തിരിച്ചു. വഴിതെറ്റി 3-4 മണിക്കൂറുകളോളം ഈ കോന്നിയുടെയും കൂടലിൻ്റെയും ഭാഗങ്ങളിൽ വനമേഖലകളുടെയും തോട്ടം മേഖലകളിലൂടെയും അദ്ദേഹം സഞ്ചരിച്ചു. എങ്ങും എത്തപ്പെടാതെ വളരെയധികം താൻ കഷ്ടപ്പെട്ടു. ഓഫ് റോഡുകളിലൂടെ തന്നെ അനേക കിലോമീറ്ററുകൾ തൻ്റെ സുസുക്കി ബൊലനോ കാർ ഓടിച്ചുകൊണ്ടേ പോയി. ദിക്കറിയാതെ താൻ വളരെയധികം ആ കാട്ടിനുള്ളിൽ അകപ്പെട്ടു പോയി. പലരെയും കോണ്ടാക്ട് ചെയ്യാൻ നോക്കി, പലരെയും വിളിച്ചു, പലരും റെസ്പോണ്ട് ചെയ്തില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ സങ്കടപ്പെട്ട് മരണഭീതിയിൽ ഒരു വലിയ കൊക്കയുടെ മുകളിലേക്ക് ഈ വാഹനം ഓടിച്ചുകൊണ്ട് അദ്ദേഹം കയറിപ്പോയി. അത്ഭുതകരമായ ഒരു തടി മുറിച്ചവിടെ ഇട്ടിരുന്നു. ആ മരക്കുറ്റിയെ തട്ടി കാർ നിന്നു. ആ സമയത്ത് താൻ പന്തളത്തുള്ള ജിജോ പാസ്റ്ററെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹം ഫോൺ എടുക്കുകയും ഉടൻ തന്നെ കൂടലിലുള്ള കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റോയി അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. റോയി പാസ്റ്ററിൻ്റെ പ്രത്യേകമായ ഇടപെടലിനാൽ ഉടനെ തന്നെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും തൻ്റെ ചർച്ചിലെ ഒരു ഡ്രൈവറെ അവിടേക്ക് അയക്കുകയും ചെയ്തു. പോലീസുകാർ നിരന്തരമായ പരിശ്രമത്താൽ വനത്തിനുള്ളിൽ തോട്ടം മേഖലയുടെ ഭാഗമായിട്ട് ഓഫ് റോഡിൽ വളരെ കിലോമീറ്ററോളം ഉള്ളിൽ അകപ്പെട്ടുപോയ പ്രിയ സജിയച്ചനെ കണ്ടെത്തുവാനുള്ള ശ്രമമുണ്ടായി. അങ്ങനെ ഏതോ ഒരു മരക്കുറ്റിയിൽ തട്ടി കാർ കൊക്കയിലേക്ക് പോകാതെ അതിൽ നിന്ന് ഒരു വിധേന പുറത്തിറങ്ങി വീണു എഴുന്നേറ്റും അങ്ങനെ ഉള്ളൊരു പ്രത്യേക സാഹചര്യത്തിൽ അച്ഛൻ പുറത്തിറങ്ങി. ഒടുവിൽ പോലീസുകാർ അച്ഛനെ കണ്ടെത്തുവാൻ ഇടയായി. അങ്ങനെ അച്ഛനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് കൂടൽ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. പ്രിയരെ, വളരെ ദുരിതപൂർണമായ ഭയാനകമായ ആനയും ചീരപ്പുലിയും ഒക്കെയുള്ള കോന്നിയുടെ കാട്ടുപ്രദേശങ്ങളിൽ ആപത്തപകടങ്ങളിൽ നിന്നൊന്നും വലിയ ദുരിതങ്ങളിൽ നിന്നൊന്നും വഴിപെട്ടു പോകാതെ വാഹനത്തിന് കേടുപാടുകളും നാശമൊക്കെ ഉണ്ടായി എന്നുള്ളതല്ലാതെ മറ്റ് ആളപായമൊന്നുമില്ലാതെ ദൈവത്തിൻ്റെ വലിയ കരുണയാൽ പ്രിയാച്ചനെ കർത്താവ് സൂക്ഷിച്ചു. ഇനിയും കർത്താവിന് വേണ്ടി ഓടുവാൻ ആയുസ്സും ആരോഗ്യം ബലവും ഈ പ്രിയപ്പെട്ടവന് കർത്താവ് കൊടുക്കട്ടെ. കാർ വനത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. അത് എടുക്കുവാനുള്ള കാര്യങ്ങൾ പോലീസ് അധികാരികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ പ്രിയദാസനെ കൂടുതൽ ആരോഗ്യത്തോടെ ബലത്തോടെ ഉപയോഗിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു.